ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. ബസ്സിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കോളേജിലോട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് അബൂ തുറയാണ് ഗൈസ്, നമ്മുടെ ക്ലാസ്സിലെ ഫോറിൻ സ്റ്റുഡൻ്റാണ്. അങ്ങനെ അവനെ അബ്ദു ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ശല്യപ്പെടുത്തി അവനോട് കുറേ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ട് പിന്നെ നമ്മളിനി എക്സാം കഴിഞ്ഞ് കാണാം ഗൈസ്. ഞാൻ പോയി പരീക്ഷ കഴിഞ്ഞ് വെളിയിറങ്ങി. സെറ്റ് പരീക്ഷയായിരുന്നു. നമ്മൾ ഇന്ന് എന്തോ നല്ല പോലെ എഴുതി അല്ലേ, നല്ല പോലെ പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞു. റോയ് ഉദ്ദേശിക്കുന്ന റോയ് നല്ലപോലെ തുണ്ട് വെച്ച് എഴുതിയെന്നാണ്. ഞാൻ സത്യസന്ധമായാണ് ഗൈസ് പരീക്ഷ എഴുതണം. അത് നമ്മളിന്ന് നേരത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞു. സാർ എന്ത് പറയാനുണ്ട് നമ്മൾ പോണതിനെ കുറിച്ച്? സന്തോഷം, എല്ലാവരും ജയിച്ചു പോകണമെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമായിരിക്കും. അതാണ് എല്ലാവരും ജയിക്കുകയാണെങ്കിൽ ടീച്ചർ നമ്മൾ മിസ് ചെയ്യും അല്ലേ റോയ്? പിന്നെ മിസ് ചെയ്യാണ്ട് റോയ് കള്ള പാർവതി എക്സാം വരുമ്പോൾ തലയിലെ നെറ്റിലെ പൊട്ടും പൊട്ടുന്ന വരുവാ കോളേജ് തീരണ അഭിപ്രായം പറ. നമ്മള് വോയിസ് ഓവർ ചെയ്യാൻ സമ്മതിക്കില്ല. പറ കോളേജ് തീരണ അഭിപ്രായം എന്ന് വെച്ചാൽ നല്ലതാണ്. എനിക്ക് ഈ കോളേജ് എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഫേക്ക് ഫ്രണ്ടാണ് ഇവള്. വാ തുറന്ന കള്ളായി പറയുള്ളൂ. പറ സത്യം. ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ് ഇന്ന്. ലാസ്റ്റ് 6 സെം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് എക്സാം, ലാസ്റ്റ് ഡേ. ഒരുപാട് സപ്ലൈ ഉണ്ട്. അബ്ദു, നിനക്ക് എത്ര സപ്ലൈ ഉണ്ടാ? എനിക്ക് 2 എണ്ണേ ഉള്ളൂ. ഞാൻ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. ഒരെണ്ണേ ജയിച്ചോളൂ. സ്റ്റാർലിക്ക് ഒരു സബ്ജക്റ്റ് 5-10 കൂട്ടിയാൽ കറക്റ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അതാണ്. എക്സാമിന് പോയി എക്സൈറ്റഡ് ആണ്. ഫുൾ തെറ്റിച്ചവൻ. എന്റെ 2 ടീം. ഹായ് മണികണ്ഠ. നമ്മൾ സക്സസ്ഫുള്ളി ജയിച്ചു. അടുത്ത അച്ചുവിന്റെ ടീമുമാണ്. ആമിനെയും റോയ് അൻഷദിന്റെ അകത്തുണ്ട്. അവരെന്താവുമെന്ന് അറിയില്ല. അവർ ഭയങ്കര ഓവർ സ്മാർട്ടായിട്ട് പോണുണ്ട്. എന്താണ് ആദ്യം പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വൈബായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നും എന്റെ അടുത്ത് ചോദിച്ചില്ല. അബ്ദുള്ളക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ചിരി തന്നെ ഉണ്ട്. ഭയങ്കര അടിപൊളി. ലാസ്റ്റ് ഇതായിട്ട് ഭയങ്കര മെമ്മറബിൾ ആണ്. മിക്കവാറും അവരെന്നെ അടിക്കാത്ത ഭാഗ്യം. ഞാൻ വേറെ ഒന്നുമല്ല, അവരിങ്ങനെ കള്ളത്തരം കാണിച്ചത് പറഞ്ഞു. ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. കാണിച്ചെങ്കിൽ സമ്മതിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നമ്മൾ പറഞ്ഞു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ആ പാവം പയ്യനെ വെറുപ്പിച്ചോണ്ടിരിക്കുക. നമ്മൾ ക്ലാസ് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ക്ലാസ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പോയി ഗൈസ്. നമ്മൾ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം വന്നിരിക്കുകയാണ് പാളയത്ത്. അപ്പോൾ അൻഷാദ് അവനെ കാണിക്കില്ലെന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കും. ഫസ്റ്റ് ടൈം ഗൈസ്, ആമിനെ ഫസ്റ്റ് ടൈമാണ്. അച്ചു ഇന്ന് കാള കുത്താൻ വരുന്ന റെഡ് കളർ. ഞാൻ പിന്നെ എപ്പോഴും കറുപ്പാണ്. ആരും വന്നിട്ടില്ല ഗൈസ്. യേശുവയ്ക്ക് നാണം വരും ഗൈസ്. നമ്മൾ ക്ലാസ് ഫോട്ടോ എടുക്കാൻ പോകാം. ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ കണ്ടില്ല എല്ലാവരും ഒരുമിച്ചുണ്ട്. ശ്രീജിത്ത് കല്യാണ പയ്യനൊക്കെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതാ പ്രിൻസിപ്പളൊക്കെ വന്നു. പ്രിൻസിപ്പളിൻ്റെ തൊട്ട് പുറകിലുണ്ട് ഗൈസ്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരും കൂടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേര് ചേർന്ന് അഭിനയിക്കുകയാണ്. വീഡിയോ എടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് കുറേ ക്യാൻഡിഡ് ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ ക്ലാസ്സിലോട്ട് കയറി. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ജൂനിയേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ജസ്ലിൻ മാം നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജൂനിയേഴ്സ് പാവം ഗൈസ് നമുക്ക് നല്ലപോലെ ഒരുക്കി തന്നു. നമ്മളെ സീനിയേഴ്സിന് ഇതുപോലെ തന്നെയാണ് കൊടുത്തത്. അതുപോലെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. ബിരിയാണി ആയിരുന്നു. എല്ലാം പെട്ടെന്ന് തീർന്നു ഗൈസ്. 3 വർഷം പെട്ടെന്ന് പോയി. അങ്ങനെ ഈ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ.